എന്താടാ എന്നെ വല്ലതും ചീത്ത പറഞ്ഞു നീ? ഞാൻ പറയുന്ന കേട്ടായിരുന്നു. എന്തോ പറയുന്ന പോലെ ഞാൻ കേട്ടു. മൈൻഡ് വോയിസ് എങ്ങനെ അച്ഛൻ കേൾക്കുന്നത്? റോഡിൽ നോക്കി വണ്ടി ഓടിക്കേ. എന്താ ഇത്? സോറി പറയാൻ വന്ന അങ്കിളുടെ കറുത്ത കാറ് വരുന്ന വിചാരിച്ചത്. ഇത് വേറെ ആരോ ബ്ലൂ കളർ കാറും കൊണ്ട് വന്നേക്കാം. അയ്യോ എന്റെ ചക്കരെ, ആ അങ്കിളിനെ ആ കുട്ടിയെ നമുക്ക് നാളെ കാണാം കേട്ടോ. അമ്മയുടെ ജോലിക്ക് ഒരുപാട് ലേറ്റ് ആയി. മോളുടെയും ബെല്ലടിച്ചല്ലോ. വാ നമുക്ക് ക്ലാസ്സിലേക്ക്. പ്ലീസ് അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യമ്മേ. അതോട്ട് വാ വാ. പറയടാ. ആ കുള്ളിപ്പെണ്ണില്ലേ നിന്നെ വരട്ടുന്നല്ലോടാ. അവൾ എന്നെ വെട്ടുന്നതല്ല, ഞാനാ അവളെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ പെണ്ണിന്റെ ഡ്രോയിങ് നീ കുത്തി വരച്ചില്ലേ? ആ അതെ. ഇന്ന് സാറിന്റെ അടുത്ത് അവളത് പറയുന്നാ തോന്നുന്നത്. അതിന് ചാൻസ് ഇല്ലടാ. തീർച്ചയായിട്ടും ആ പെണ്ണ് സാറിനോട് പറയും. അവളുടെ ഇരിപ്പ് കണ്ടറിയില്ലേ? നിനക്ക് എന്നെ കാണുന്നതേ പേടിയാ. ഉറപ്പായിട്ട് സാറിന്റെ അടുത്ത് എന്റെ കാര്യം പറയില്ല. അവൾ അങ്ങനെ ചെയ്താ നീ എന്താണാ ചെയ്യുക? എനിക്കാണെ കരാട്ടെ, കുംഫു, സമ്മർഷോട്ടൊക്കെ അറിയാവുന്നല്ലേ. നിനക്കറിയായിരിക്കും. നിനക്കറിയുന്നുള്ളത് അവൾക്കറിയില്ലല്ലോ. അവൾക്കറിയാടാ. അതുകൊണ്ട് എന്നെ പറ്റി അവൾ സാറിന്റെ അടുത്ത് പറയാൻ ശ്രമിക്കില്ല. എനിക്കറിയാടാ അവളെ പറ്റി. അവളൊരു പേടിച്ചൂറിയാ. നീ കുടുങ്ങാൻ പോവാ. എന്റെ മനസ്സ് അങ്ങനെ തന്നെയാ പറയുന്നത്. അത് എന്റെ കയ്യിലുള്ള ക്രീം ബിസ്ക്കറ്റ് ആണേ സത്യം. പേടിപ്പിക്കാടാ. നീലയൊന്നും അങ്ങനെ പറയാൻ നിൽക്കില്ല. പറയൂടാ. വേണമെങ്കിൽ ബ്രൗണി കേക്ക് ബെറ്റ് വെക്കാം.
അവൻ ഇഷ്ടമുള്ള കേക്ക് കൊണ്ടാണല്ലോ സത്യം ചെയ്തത്.